ഓ മോൾ കരയായിരിക്കേ. അമ്മച്ചിയെ കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പ്ലാന്. പക്ഷേ ഇപ്പം അവിടുത്തെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരിക. പഴയതുപോലെ അത്ര ഈസി അല്ല കൊണ്ടുപോകണം. ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ. അന്ന മോളെ, നീ വെറുതെ കരഞ്ഞ് വാശി പിടിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കരുത്. എന്തൊരു വാശിയായി പെണ്ണിന്, വളർത്തി വഷളാക്കി വെച്ചേക്കുന്നു. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തി, മുള്ളി നോവിക്കാതെ. നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത വാശികളൊന്നും. അമ്മച്ചിക്ക് ഇപ്പം ഞങ്ങളോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം അല്ല അമ്മച്ചി. അമ്മച്ചിക്ക് അറിയാമല്ലോ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ തന്നെയല്ല, 10-24 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് യാത്ര. ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും യാത്ര മുടങ്ങത്തില്ലേ? അവൻ എന്നോടെല്ലാം പറഞ്ഞു. കാലാവസ്ഥയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, നിയമം മാറി വരുന്നതൊക്കെ പറഞ്ഞു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അമ്മച്ചി വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം കൊണ്ടുപോകാത്തയാണെന്ന്. നിങ്ങൾ എന്തോന്ന് മനുഷ്യൻ മിണ്ടാതിരിക്കുന്നേ? കാര്യങ്ങളൊക്കെ അമ്മച്ചിയോട് പറ. അമ്മച്ചി, ഈ വീടും കൂടെ അടച്ചിട്ടിട്ട് വന്നാലേ പിന്നെ ഞങ്ങൾക്ക് നാടും വീടും ഇട്ട് യാതൊരു ബന്ധവും ഇല്ലാതായി മാറും. അന്നമോളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഇങ്ങോട്ട് വരണ്ടല്ലോ. അമ്മച്ചില്ല, ഞാൻ ഒരിടത്തും വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഡി, വെറുതെ വാശി കാണിക്കരുത്. നിന്നെ വരച്ച വരെ നിർത്താനേ എനിക്കറിയാം. നീ അങ്ങ് വാ. അമ്മച്ചി വിചാരിക്കും പോലെ ഞങ്ങൾ ഇവിടെയും കൊണ്ട് പോയാലേ പിന്നെ ഇങ്ങോട്ട് വരാതെ ഒന്നും ഇരിക്കൂല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എടാ, ഈ വലിയ വീടും ചുറ്റിനും 4 ക്യാമറയും വലിയ 2 പട്ടി പോരെ, ഞാൻ ഒറ്റയ്ക്കാണോ?